നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഹൻലാലിനെയും മറ്റ് താരരാജാക്കന്മാരെയും ഒക്കെ കുടഞ്ഞെറിഞ്ഞ് നടി പാർവതി രംഗത്ത്. താരസംഘടനയിലെ അമ്മയിലെ ഭരണസമിതിയുടെ കൂട്ടരാജിയിൽ പ്രതികരിച്ച നടി പാർവതി തിരുവോത്ത് ചില വെട്ടിത്തുറന്ന് പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. അമ്മയിലെ കൂട്ടരാജി ഭീരുത്വമാണെന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും പാർവതി തിരുവോത്ത് പറഞ്ഞു. പറഞ്ഞതെല്ലാം വളരെ അക്ഷരം പ്രതി ശരിയാണ്. കാരണം ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ ഒരു ഓൺലൈൻ മീറ്റിലിടെയാണ് മോഹൻലാല് അമ്മയിലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഓടിയത്. കേരളത്തിൽ ഇതുവരെ കാലുകുത്തിയിട്ടില്ല മോഹൻലാല്, ചെന്നൈയിലിരിക്കുകയാണ്. ഇനി ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങാതെ തിരികെ വരുമെന്ന് കരുതുന്നുമില്ല. ഈ സിനിമയിലെ ഗീർവാണമടി മാത്രമേ ഉള്ളൂ. റിയൽ ലൈഫിൽ ഒരു നട്ടലില്ലാത്ത ആളാണ് താനെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അതിനെയാണ് പാർവതി കുടഞ്ഞെറിഞ്ഞിരിക്കുന്നത്. ബർക്കാദത്തുമായുള്ള അഭിമുഖത്തിലായിരുന്നു പാർവതി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴെങ്കിലും പുറത്തു വന്നതിന് കാരണക്കാർ WCCയിലെ അംഗങ്ങളാണ്. അതിൽ പാർവതിയുടെ പോരാട്ടം എടുത്തു പറയേണ്ടതാണ്. അവർ പലപ്പോഴും പലയിടങ്ങളിലും വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുന്നതിൽ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് മാത്രമല്ല, പാർവതി വളരെ രീതിയിൽ വേട്ടയാടപ്പെട്ട ഒരാളാണ്. സമൂഹ മാധ്യമങ്ങളിലും ഈ അമ്മയിലെ പലരും പാർവതിയെ വേട്ടയാടിയിട്ടുണ്ട്. അവരുടെ നിലപാടുകളുടെ പേരിലാണ് അവർ പലപ്പോഴും ക്രൂശിക്കപ്പെട്ടത്. എന്നാൽ ഇതൊന്നും തനിക്കൊരു പ്രശ്നമല്ല. തന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് പാർവതി. പാർവതിക്കും എത്രയോ താഴെയായി പോകുകയാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ. ഇതുവരെ താരരാജാക്കന്മാർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങൾക്ക് അല്പമെങ്കിലും ഉത്തരവാദിത്വം നിങ്ങളെ സ്നേഹിക്കുന്ന, മലയാള സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോടുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം നിലപാട് വ്യക്തമാക്കേണ്ടിയിരുന്നത് നിങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഭരണസമിതി പിരിച്ചുവിട്ടത്. അമ്മയുടെ മാധ്യമങ്ങളിൽ നിന്നടക്കം ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണിത് എന്ന് പാർവതി വ്യക്തമാക്കുകയാണ്. ഇതേ കമ്മിറ്റിയാണ് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് പിന്നിൽ അണിനിരുന്നത്. സർക്കാർ ഗുരുതരമായ നിരുത്തരവാദിത്തം പുലർത്തി. ഇരകൾക്കൊപ്പമല്ലെന്ന നിലപാടാണ് വ്യക്തമായത്. കൂടുതൽ പരാതികളുമായി എത്തിയ സഹപ്രവർത്തകരെ ബഹുമാനിക്കുന്നു. ഇത് ജനാധിപത്യ ബോധമുള്ള പുതിയ ഭരണസമിതിയെ കണ്ടെത്താനുള്ള സമയമാണെന്നും പാർവതി തിരുവോത്ത് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിലാണ് താരസംഘടന അമ്മയിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത്. നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാരംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് കൂട്ടരാജിയിലേക്ക് എത്തിയത്. ഇത് മാത്രമല്ല, ഈ കൂട്ടരാജി എന്നുള്ളത് അമ്മയിലെ പല അംഗങ്ങളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട വിഷയം. കഴിഞ്ഞ ദിവസം നടി നിഖില വിമൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് അമ്മയിലെ കൂട്ടരാജി അവർ എതിർക്കുക ചെയ്തു. മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അമ്മ സംഘടനയിലെ എല്ലാവർക്കുമുണ്ട്. അമ്മ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കും ഉണ്ട്. അതിന് മറുപടി പറയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ കൂട്ടരാജി എന്നുള്ളത് ഒരു നയമായിരുന്നില്ല, അതായിരുന്നില്ല എടുക്കേണ്ടിയിരുന്ന നിലപാടെന്ന് നിഖില വിമൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിഖില വിമൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞങ്ങളിൽ പലരും അമ്മയിലെ അംഗങ്ങൾ കൂട്ടരാജി വെച്ചു എന്നറിയുന്നത്. സംഘടനയുടെ തലപ്പത്തുള്ളവർ എടുക്കുന്ന പല നിലപാടുകളും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് നിഖില വിമൽ പറയുന്നുണ്ട്. അതായത് ഈ അമ്മയിൽ ഒരു വിഭാഗം ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. തലപ്പത്തുള്ളവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. ബാക്കിയുള്ള അംഗങ്ങൾ പലരും ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാനെല്ലാം അറിഞ്ഞത് എന്നാണ് ഇപ്പോൾ നിഖില വിമൽ തന്നെ പറയുന്നത്. ഇതിൽ തന്നെയുണ്ട് എല്ലാം. അമ്മയിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളതിന്റെ നേർചിത്രമാണ് നിഖില വിമലിന്റെ പ്രസ്താവനയിലൂടെ പുറത്തേക്ക് വന്നത്. എന്തായാലും 2 മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതി നിലവിൽ വരുമെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭരണസമിതിയിൽ ഒരു സ്ത്രീ ഉണ്ടാകണമെന്ന ആവശ്യം ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ നടി ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഉർവശിയുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, നടി രേവതിയുടെ പേര് വരുന്നുണ്ട്. പാർവതിയെ ആ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.